ഹലോ, നമസ്കാരം. ഇപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കണോ? ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമ്മളിന്ന് ചേനത്തണ്ടും മുതിരയും വെച്ചിട്ടൊരു ഉപ്പേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ നാടൻ ഉപ്പേരിയാണ് ഇട്ടത്. അങ്ങനത്തെ അങ്ങനെ ആൾക്കാരൊന്നും ഉണ്ടാക്കാറില്ല. പണ്ടത്തെ ആൾക്കാരൊക്കെ ഉണ്ടാക്കിയിരുന്നൊരു ഉപ്പേരിയാണ്. എനിക്കിത് അമ്മയാണ് കേട്ടോ പറഞ്ഞു തന്നത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിത് ചേനത്തണ്ടൊക്കെ മുറിച്ച് അതിന് തോറ് ഇതേപോലെ ചീന്തി കൊടുക്കുന്നുണ്ട് കേട്ടോ അമ്മ. ആ സമയത്ത് നമുക്ക് ചൂടായ ഒരു ചട്ടിക്ക് കുറച്ച് മുതിര ഇട്ട് കൊടുക്കാം. എന്നിട്ട് എണ്ണയൊന്നും ഒഴിക്കാതെ തന്നെയാണ് ഈ മുതിര വറുത്തെടുക്കുന്നത്. നന്നായി വറുത്തതിന് ശേഷം ഈ മുതിര ഇങ്ങനെ പൊട്ടാൻ തുടങ്ങുമ്പോൾ നമുക്കത് ഓഫ് ചെയ്യാം. അപ്പോൾ നന്നായി പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ചൂടാറാൻ മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇവിടെ തന്നെ ചേനത്തണ്ട് നുറുക്കിയെടുക്കാം. അപ്പോൾ മുതിര ഇവിടെ ചൂടാറിയിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ഇനി ഇത് കഴുകി അരിച്ചെടുക്കാം. ചിലപ്പോൾ കല്ലൊക്കെ ഉണ്ടാവും, അപ്പോൾ നമുക്കൊന്ന് അരിച്ചെടുക്കാം. അത് അതിനുശേഷം നമുക്കത് ഒരു കുക്കറിലേക്ക് ഇട്ടിട്ട് വേവിക്കാൻ വയ്ക്കാം. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, പെട്ടെന്ന് വേവാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ അതവിടെ വേവട്ടെ. നമുക്ക് അടുത്ത ഒരു ചട്ടി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഉള്ളി നമുക്ക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇനി അതിലേക്ക് നമുക്ക് ചേനത്തണ്ട് നമ്മൾ കഴുകി വെച്ചിട്ടുണ്ട് അവിടെ നുറുക്കിയിട്ട്. അപ്പം അത് പിഴിഞ്ഞാണ് കേട്ടോ ഇത് എടുക്കണത്. അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കുന്നില്ല കേട്ടോ, അല്ലാണ്ട് തന്നെ വെള്ളം വരുന്നുണ്ട്. നമുക്കിത് അടച്ച് വയ്ക്കാം. നന്നായി ഇളക്കിയതിന് ശേഷം നമുക്കിത് അടച്ച് വയ്ക്കാം. ഇടയ്ക്കത് തുറന്നിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുന്നുണ്ട്. കണ്ടാൽ വെള്ളം നല്ല ഉണ്ട് അതിൽ. ചേനത്തണ്ടിലുള്ള വെള്ളമൊക്കെ അതിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മുടെ മുതിര ഇവിടെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ മുതിര വെന്ത് കഴിഞ്ഞാൽ ചേനത്തണ്ടിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യണം. ഉപ്പ് കമ്മിയാണെങ്കിൽ നമുക്ക് സമയം കുറച്ച് ചേർത്ത് കൊടുക്കാം. കാരണം നമ്മൾ മുതിരയിൽ ഉപ്പിടാതെയാണ് വേവിച്ചിരിക്കുന്നത്. ഇനി നന്നായി ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് വെള്ളം വറ്റാൻ വയ്ക്കാം. അങ്ങനത്തെ വെള്ളമൊക്കെ വറ്റി നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ
ഞങ്ങളിവിടെ ഉപ്പേരി എന്നാണ് പറയണത്, തോരൻ എന്നും പറയാം. അപ്പോൾ ഇതാണ് ചേനത്തണ്ട് മുതിര തോരൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.